ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു വെബ്സൈറ്റ് എങ്ങനെ സ്കാൻ ചെയ്യാം, വെബ്സൈറ്റ് സ്കാൻ ചെയ്ത് അതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് എങ്ങനെ ഒപ്പിക്കാം, ഇതൊക്കെ കുറച്ച് ഇൻഫർമേഷൻ ഗൈസിങ്ങിന് ഉപയോഗപ്പെടുന്ന ടൂളാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ടൂളാണ് റെഡ് ഹോക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോവുക, റെഡ് ഹോക്ക് എന്ന് സെർച്ച് ചെയ്യുക, സ്പെല്ലിങ് നോട്ട് ചെയ്യുക ഗൈസ്, റെഡ് ഹോക്ക് ഗിറ്റബ് എന്ന് സെർച്ച് ചെയ്യുക ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഈ ലിങ്കാണ് ഗൈസ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം ഗൈസ്. എന്നിട്ട് നമ്മൾ ടെർമുക്സിൽ പോവുക ഗൈസ്. അപ്പോൾ റെഡ് ഹോക്ക് വളരെ നല്ലൊരു ടൂളാണ് ഗൈസ്. അത്യാവശ്യം കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ലിങ്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ക്ലോണിങ് ഇൻറ്റു റെഡ് ഹോക്ക് എന്ന് കാണാം. അപ്പം ക്ലോൺ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് CD റെഡ് ഹോക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ LS കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് PHP ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് നമ്മുടെ ഈ റെഡ് ഹോക്കിന് വേണ്ടി. അപ്പോൾ PKG ഇൻസ്റ്റാൾ PHP എന്ന് കൊടുക്കുക ഗൈസ്. അപ്പോൾ PHP ഇൻസ്റ്റാളാണ് ഗൈസ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ. അപ്പം കുറച്ച് ടൈം PHP എന്തായാലും നല്ല ടൈം എടുക്കും ഗൈസ്. 107 MB ഉണ്ട്. അപ്പം PHP ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എൻ്റെ ഇപ്പോൾ അപ്ഗ്രേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് അപ്ഡേറ്റ് പോലും ആയില്ല ഗൈസ്. അപ്പം പെട്ടെന്നായി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ്, ഒന്ന് ലിസ്റ്റ് ചെയ്യാം, ഒന്ന് ക്ലിയർ ചെയ്യാം ഗൈസ്. സ്ക്രീനൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം കുറേ ഫയൽസാണ് ഗൈസ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് PHP rhock.php കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇവിടെ നമ്മുടെ റെഡ് ഹോക്കിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സൈറ്റ് സ്കാൻ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പം റാൻഡമായിട്ട് നമുക്കിപ്പോൾ ഒരു സൈറ്റ് സ്കാൻ ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെന്താ ചെയ്യാം, നമ്മൾ ഹലോ എന്ന് സെർച്ച് ചെയ്ത് ഗൈസ്. അപ്പോൾ ഹലോ, നല്ല പാട്ട് കൊള്ളാം ഗൈസ്. അപ്പോൾ നമുക്കിതാ ഈ സൈറ്റാണ് ഗൈസ് നമ്മൾ സ്കാൻ ചെയ്യാൻ പോണ്. ജസ്റ്റ് സൂപ്പർ ഗൈസ്. അപ്പോൾ ഒന്ന് കോപ്പി ചെയ്യുക ഗൈസ്. ബട്ട് നമ്മൾ ഗൈസ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ നമുക്ക് HTTP വേണ്ട ഗൈസ്, നമുക്ക് ഇവിടെ തൊട്ടേ വേണ്ട. അപ്പോൾ ജസ്റ്റ് HTTP ആ സംഭവം ഒഴിവാക്കിയിട്ട് ഇത് മാത്രം കോപ്പി ചെയ്യുക ഗൈസ്. എന്നിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക ഗൈസ് ഇവിടെ റെഡ് ഹോക്കിൽ. അപ്പം ഇലയിലോ ആ അതൊന്നും വേണ്ട ഗൈസ്, ജസ്റ്റ് .com മതി. അപ്പം HTTPS ആണോ HTTP ആണോ എന്നാണ് നമ്മൾ ഗൈസ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ HTTPS സൈറ്റാണ് നമ്മൾ കോപ്പി ചെയ്ത്. ഇപ്പോൾ 2 കൊടുക്കുക ഗൈസ്. അപ്പോൾ ജസ്റ്റ് 2 കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്. അപ്പം A കൊടുത്താൽ നമുക്ക് ഫുൾ സ്കാൻ ഫോർ എവരിത്തിങ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് സ്കാൻ ചെയ്യുക ഗൈസ്. അപ്പോൾ ക്യാപിറ്റൽ A കൊടുക്കുക, എൻ്റർ അടിക്കുക ഗൈസ്. അപ്പം സ്കാനിങ് ആണ്. സൈറ്റ് ടൈറ്റിൽ ലോഡിംഗ് ആണ് ഗൈസ്. സൂപ്പർ സിംഗിൾ കിഡ് സോങ് ഷോ ആൻഡ് ഫ്രീ റിസോഴ്സസ്. വെബ് സെർവർ ക്ലൗഡ് ഫ്ലെയർ ആണ്. IP അടക്കം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ലോഡിംഗ് ആണ് ഗൈസ്. അപ്പോൾ ടോട്ടൽ സബ് ഡൊമൈൻ എത്രയാണെന്ന് വന്നിട്ടുണ്ട്. പിന്നെ ലോഡിംഗ് ആണ്. SQL വൾണറബിലിറ്റി. ഇപ്പോൾ SQL വൾണറബിലിറ്റി സ്കാനർ വെച്ച് നമ്മൾ വൾണറബിലിറ്റി ഉണ്ടോ എന്ന് സ്കാൻ ചെയ്യണം ഗൈസ്. നോട്ട് ഫൗണ്ട് ആണ്. അപ്പോൾ അത്യാവശ്യം സെക്യൂർ ആയിട്ടുള്ള സൈറ്റൊക്കെയാണ്. വേറെ അപ്പോൾ ഗൈസ്, ജസ്റ്റ് ക്രോളർ ചെയ്ത് ഉപയോഗിക്കണം ചോദിക്കുകയാണ്. 14 കുറച്ച് ടൈം എടുക്കാം. അപ്പോൾ നമുക്ക് 16 ഉപയോഗിക്കാം. ജസ്റ്റ് അഡ്മിൻ ക്രോളർ ഫയൽ ഫൗണ്ട്. ഓ മൈ ഗോഡ്, കൊള്ളാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ടോട്ടൽ 5 സബ് ഡൊമൈൻ ഉണ്ട് നമ്മുടെ സൈറ്റിന്. അപ്പോൾ ഒന്ന് മെയിൽ സപ്പോർട്ട് ഉണ്ട്, ഒന്ന് സപ്പോർട്ട് ആപ്പ് സപ്പോർട്ട്, അപ്പം ഒന്ന് ബേസിക് ആയിട്ടുള്ള ബേസ് സെർവർ ഗൈസ്. അപ്പോൾ ഏതൊക്കെ പോർട്ടാണ് ഗൈസ് ഓപ്പൺ എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ 443 എന്ന പോർട്ട് ഓപ്പൺ ആണ്, 80 എന്ന പോർട്ട് ഓപ്പൺ ആണ്. അപ്പം ഗൈസ്, ബാക്കി 2 പോർട്ടൊക്കെ ഫിൽറ്റേർഡ് ആണ്. അപ്പം ഗൈസ്, അത്യാവശ്യം വൾണറബിലിറ്റീസ് ഒക്കെ സ്കാൻ ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് ഗൈസ് ഇത്. വൾണറബിലിറ്റി സ്കാൻ ചെയ്യാൻ മാത്രം അത്ര അപ്ഗ്രേഡ് അല്ല, പക്ഷെ എന്നാലും ഗൈസ് സെറ്റ് ടൂളാണ്. ക്രോളറിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. എന്നൊരു പിന്നെ റിവാറൽ ക്രൗഡ് ഗൈസ്. പിന്നെ നമുക്ക് എന്താ നോക്കേണ്ടത് വെച്ചാൽ നമ്മുടെ സൈറ്റിൻ്റെ ലൊക്കേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഗൈസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് IP ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഒക്കെ മെൻഷൻഡ് ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് സൈറ്റിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ
നല്ല ടൂളാണ് ഗൈസ്. വെബ്സൈറ്റിൻ്റെ ഇതൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടി നല്ല ടൂളാണ്. അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഗൈസ്.